ഗായ്സ് അങ്ങനത്തെ പെട്ടെന്നൊരു പനി തെച്ചുട്ടിക്ക് വന്നുകൊണ്ട് തന്നെ അല്ലുക്കുഞ്ഞിനെ മാത്രം സ്കൂളിലേക്ക് അയച്ചു. തെച്ചുട്ടിക്ക് കൂട്ടിനായിട്ട് ഞാൻ ലീവ് എടുത്തിരുന്നു കേട്ടോ. അങ്ങനത്തെ ബെഡൊക്കെ ഞാൻ വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവക്കും ഇടയ്ക്കേറി വിരിക്കണം പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ ഹോളൊക്കെ ഒന്ന് തൂത്ത് വരുവാണ്. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അല്ലുക്കുഞ്ഞിനെ രാവിലെ കൊണ്ടാക്കി ഇനിയിപ്പോൾ ഇത് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ സമയമായിട്ടുണ്ട്. ഇത് പിന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ നല്ല ലേറ്റായി. 3 മണി ആവാറായി കേട്ടോ. അപ്പോൾ അതേ വെണ്ടയ്ക്ക പിന്നെ കടല പിന്നെ എന്തോ ഒരു കറികളും ഉണ്ടായിരുന്നു, മീൻ ഉണക്ക് മീനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കിരുന്നപ്പം തെച്ചൂട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോക്കായിരുന്നു കേട്ടോ. കാര്യം അവൾക്ക് ആ പനിയാകുമ്പോൾ എപ്പോഴും അവളുടെ ഓടി ഇരിക്കണം, ഒന്നിനും വിടത്തില്ല നമ്മളെ. അങ്ങനെ ഞാൻ ചോറും കൊണ്ട് അവളെ മഴ ഇട്ടിട്ടാണ് പിന്നെ കഴിച്ചത്. പിന്നെ പ്ലേറ്റ്സൊക്കെ ഇതേ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും അല്ലുക്കുഞ്ഞിന് പാലൊക്കെ വെച്ച് കാശി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അതൊക്കെ വെക്കുവാണ് കേട്ടോ. അവിടെയാണെങ്കിൽ തെച്ചൂട്ട് ഉച്ച കഴിഞ്ഞപ്പോലെ പറയൂ ചേട്ടനെ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും അവളൊന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് ഓർത്തു. കാര്യം ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ തെച്ചൂട്ടി ഉറങ്ങുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 3:30 കഴിഞ്ഞോട്ട് ഞാൻ ഇറങ്ങാൻ നേരം അപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് അടുക്കള വശത്തോടെ ഇറങ്ങിയത് റെയിൻകോട്ടൊക്കെ ഇട്ട് ചെന്ന് അല്ലുക്കുഞ്ഞിനെ വിളിച്ച് താമസിച്ചുകൊണ്ടിട്ട് തന്നെ ബാക്കി കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലുക്കുഞ്ഞിനെ വിളിച്ചത് ഞങ്ങൾ തിരിച്ച് പോരുവാണ് കേട്ടോ. ചെന്ന പാടത്ത് എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിലോട്ട് കടന്നു കേട്ടോ. ഇതിപ്പം എല്ലാ ദിവസവും ചെയ്യത്തൊന്നുമില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടുന്ന പോലെയാണ് ചെയ്യണത്. എന്നാലും ചെയ്യാണ്ടിരിക്കാറില്ല, ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെറിയ രീതിയിലാണെങ്കിൽ. കുഞ്ഞാണെങ്കിൽ പാവം തെച്ചിട്ട് പനി പിടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് പാവേനൊക്കെ കൂട്ടുകിടത്തി കേട്ടോ. കൈയൊക്കെ വെച്ചിട്ട് പാവേനെ വെച്ചേക്കുന്നുണ്ടോ, അവൾ താഴെ വീഴാണ്ടിരിക്കാൻ പാവേനെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചെറിയ റീൽസിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്ലിപ്പൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ താളി തേക്കുവാണ് കേട്ടോ. ആദ്യമേ ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്തു. പിന്നെ ഇന്ന് മാസ്കായിട്ട് ചെമ്പരത്തി താളി കറിവേപ്പിലയും കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഒരു മിക്സ് ആക്കി എടുത്തിട്ട് അത് തലയിൽ തേക്കുവാണ് കേട്ടോ. ഇത് തലയ്ക്ക് ഈ നീരൊക്കെ ഇറക്കുള്ളവരാണെങ്കിൽ അധികം നേരം തലയിൽ വെക്കണ്ട കേട്ടോ. ഞാൻ മെയിനായിട്ടും നമ്മുടെ മുടിയുടെ ലെങ്ത്തിലാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് മുൾട്ടാണി മിട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഒത്തിരി അങ്ങനെ വലിഞ്ഞ് മുറുകുന്നവരെ വെക്കൊന്നും വേണ്ട. ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ചായ കുടിക്കുവാണ് കേട്ടോ. ബ്രെഡും ജാമും പിന്നെ ചായ കൂടി കുടിച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇത് ഞാൻ ചെന്ന് ഫേസൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കുവാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് ഇട്ടാണല്ലോ. ഇന്ന് ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് തല വാഷ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ഹെയർ വാഷ് കയറുവാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുറച്ചൊരു മുടി ഇങ്ങനെ കെട്ടി വെക്കും. കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. സൺസ്ക്രീൻ നേരത്തെ പറയുന്ന പോലെ തന്നെ വീട്ടിൽ നിൽക്കാൻ വിടാറില്ല. പിന്നെ ബോഡി ലോഷനോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് അലോവേരൻ്റെ അല്ല, നമ്മുടെ നിവിയേൻ്റെ ബോഡി ലോഷനോട് കയ്യിലും കാലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത്. പിന്നെ ഹെയറിൽ ഞാൻ ഹെയറിൻ്റെ ഒരു കേൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് പുറകെയായിട്ട് ഒരു സെറവും കൂടെ തേച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഹെയർ തന്നെ അങ്ങനെ ഡ്രൈ ആവണം. ഞാൻ അങ്ങനെ ചീപ്പൂച്ച് ചെയ്യാറില്ല കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉച്ചയിൽ കെട്ടി വെക്കുമല്ലോ, അപ്പം നന്നായിട്ടൊന്ന് ചീക്കി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലിക്കുഞ്ഞിനെ പഠിപ്പിക്കുക ഇരുത്തി. അപ്പോഴേക്കും ഏട്ട ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. വന്നപ്പോഴേക്കും എൻ്റെ മുടി ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞത് ഏട്ട എടുത്തതാണ് കണ്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഏകദേശം സെറ്റായിട്ട് ഒരു ബുഷി പോലെ ഫീൽ ചെയ്യുമല്ലോ. നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ കോഴിവാലി പോലെ ആണെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റായിട്ട് വരും. ഇനി ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താ കുഞ്ഞു വിട്ടത്തുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ടി അടുത്ത വീഡിയോ കാണാം. ബൈ.